ഹായ് ഓൾ. വൈഫൈക്ക് റേഞ്ച് കിട്ടുന്നില്ല എന്ന പരാതി ഓപ്പറേറ്റേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഇതിനൊരു സൊല്യൂഷന് വേണ്ടി വൈഫൈ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും വൈഫൈക്ക് റേഞ്ച് കൂട്ടുന്നതിനുള്ള വഴികളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വൈഫൈ ഫംഗ്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നാണ് ആന്റിന എന്ന് നമുക്കറിയാമല്ലോ. ഇലക്ട്രിക്കൽ മോഡിലുള്ള ഡേറ്റയെ മോഡുലേഷൻ ടെക്നോളജി വഴി ഇലക്ട്രോ മാഗ്നറ്റിക് ഫോമിലുള്ള RF സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുകയും തിരികെ ഇതേ സിഗ്നലുകളെ ഇലക്ട്രിക്കൽ ഫോമിലാക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സർക്യൂട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നാണ് ഈ ആന്റിന. എന്നാൽ ഈ സംവിധാനങ്ങളിൽ ഉൾപ്പെടുന്ന മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ ഈ ആന്റിനകൾ കാണാറുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ ഡിവൈസുകളുടെ കോമ്പാക്ടിബിലിറ്റി അനുസൃതമായി ഇന്റേണൽ ആന്റിനകളായി ഡിസൈൻ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില വൈഫൈ ONTകളിൽ കൂടുതൽ റേഞ്ച് കിട്ടാനും ആന്റിന അഡ്ജസ്റ്റ് ചെയ്യാനും എക്സ്റ്റേണൽ ആന്റിനകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ആന്റിനകൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇതിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വൈഫൈ ആന്റിന അതിന്റെ മാക്സിമം കവറേജ് കിട്ടാൻ വേണ്ടി പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുവഴി കൂടുതൽ വൈഫൈ കവറേജ് കിട്ടുന്നു. വീടുകളിൽ വെക്കുന്ന ONTകൾ വീടിന്റെ സെന്റർ പൊസിഷനിലാണ് വെക്കുന്നത്. ഒറ്റ ഫ്ലോറുള്ള വീടാണെങ്കിൽ ആന്റിന വെർട്ടിക്കലായും, അതുപോലെ 2 ഫ്ലോറുള്ള വീടാണെങ്കിൽ 2 ഫ്ലോറിലും ഈക്വലായി റേഞ്ച് കിട്ടാൻ പാകത്തിന് ഒരെണ്ണം വെർട്ടിക്കലായും മറ്റേത് 45 ഡിഗ്രി തിരിച്ചും വെക്കുക. സിംഗിൾ ബാൻഡ് ONT ആണെങ്കിൽ മറ്റ് ഡിവൈസുകളുടെ റേഡിയേഷൻ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫ്, കബോർഡ് എന്നിവയിലൊന്നും വെക്കാതിരിക്കുക, കാരണം സിഗ്നൽ കട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്പൺ സ്പേസിൽ വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വൈഫൈ സിഗ്നൽ കട്ടാവാതെ കൂടുതൽ റേഞ്ച് എല്ലായിടത്തും ഒരുപോലെ കിട്ടും. കൂടാതെ ONTകൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയതിനു ശേഷം വെക്കാൻ ശ്രമിക്കുക. ഇതുവഴി വീടിന്റെ ഏത് സൈഡിലാണ് കൂടുതൽ വൈഫൈ വേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അതനുസരിച്ച് ONT വെക്കുമ്പോൾ നമുക്ക് റേഞ്ച് കിട്ടും. കൂടാതെ ONTകൾ വയ്ക്കുന്ന പൊസിഷനും ആന്റിന അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുമ്പോൾ റേഞ്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ റേഞ്ച് കുറവാണ് എന്നുള്ള പരാതികൾ നമുക്ക് ഒഴിവാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.